The law of conservation states that body conserves its wealth by redigesting weak cells. ജൈവ ശരീരത്തിലേക്കുള്ള പോഷണത്തിന് ആവശ്യമായ ഭക്ഷ്യലഭ്യത ഇല്ലാതെയായാൽ ശരീരത്തിലെ കരുതൽ പോഷകങ്ങളെ പേറിയ ജൈവ ഘടകങ്ങൾക്ക് ഒരു കോശത്തകർച്ച സംഭവിക്കുകയും അതിലടങ്ങിയ വിഷാംശങ്ങളെ വിസർജിക്കുകയും ബാക്കി ലഭ്യമായ പോഷകങ്ങൾ ഉപയോഗിച്ച് ഒരു പുനർവിന്യാസം നടത്തുകയും ചെയ്യും. ഇതാണ് പരിരക്ഷണ നിയമം അഥവാ സ്വയം ദഹന നിയമം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളെ പറഞ്ഞു വരുമ്പോ എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നിയമം. ഇന്നും അത് തന്നെ പറയുന്നു, ഈ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. 2003 എന്റെ ഒരു എന്താ പറയാ, ഏതാണ്ട് ഒളിച്ചു ജീവിക്കുന്ന പോലൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മറ്റ് വെളിയിലുള്ള ഇടപെടലുകളിൽ നിന്നൊക്കെ മാറി ഒളിച്ചു ജീവിക്കുന്ന ഒരു കാലം. ആ കാലത്ത് എൻ്റെ ആ മാറി നിൽപ്പിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ എഴുതിയ ഒരു കൃതിയാണ് സഹജാരോഗ്യ പരിപാലനം എന്നുള്ളത്. അതില് ഞാൻ എഴുതിയ വാക്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജൈവ ശരീരത്തിലേക്കുള്ള പോഷണത്തിന് ആവശ്യമായ ഭക്ഷ്യലഭ്യതയില്ലാതെയായാൽ ശരീരത്തിലെ കരുതൽ പോഷകങ്ങളെ പേറിയ ജൈവ ഘടകങ്ങൾക്ക് ഒരു കോശത്തകർച്ച സംഭവിക്കുകയും അവയിലടങ്ങിയ വിഷാംശങ്ങളെ വിസർജിക്കുകയും ബാക്കി ലഭ്യമായ പോഷകങ്ങൾ ഉപയോഗിച്ച് ഒരു പുനർവിന്യാസം നടത്തുകയും ചെയ്യും. ഇതാണ് പരിരക്ഷണ നിയമം അഥവാ സ്വയം ദഹന നിയമം. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ 1-2 ഇടങ്ങളില് ഈ വാക്യത്തെ അവതരിപ്പിച്ചപ്പോ പലരും ശക്തമായിട്ട് അങ്ങനെ സംഭവിക്കില്ല എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അങ്ങനെ സംഭവിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാത്ത ആളുകൾ പിന്നീട് 2016 ഇതേ ആശയത്തിന്, ഓട്ടോഫേജി എന്നുള്ള ആശയത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചപ്പോൾ, എനിക്ക് നൊബേൽ സമ്മാനം കിട്ടിയ ശാസ്ത്രകാരന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, നൊബേൽ സമ്മാനം കിട്ടിയപ്പോ പിന്നെ അതിനെ അംഗീകരിച്ചു. നൊബേൽ സമ്മാനം കിട്ടിയ പിന്നെ അംഗീകരിക്കാമല്ലോ. അപ്പോ ഞാനിത് ഇതിന്റെ കൗതുകം, സ്വയം ദഹന നിയമം എന്നുള്ളത് കണ്ടപ്പോൾ തോന്നിയ ഒരു കൗതുകം കൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. എന്താണിത് എന്ന് നോക്കാം. ശരീരത്തിന് നമ്മൾ നിരന്തരമായ ഒരു ഘടികാരത്തിനനുസരിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കും. ഭക്ഷണം കൊടുക്കുന്നത് ഊർജത്തിന് വേണ്ടിയാണെന്നുള്ള ധാരണയിലാണ് നമ്മൾ പൊതുവെ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഭക്ഷണം കഴിക്കുന്നത് ശരീരപ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വെയർ ആൻഡ് ടിയർ, തേയ്മാനമുണ്ടല്ലോ, തേയ്മാനത്തിനനുസരിച്ച് കോശങ്ങൾക്ക് നാശം ഉണ്ടാകുന്ന സമയത്ത് ആ കോശങ്ങളിലെ ഘടകങ്ങൾക്ക് നാശമുണ്ടാകുമ്പോൾ ആ നാശമായ ഘടകങ്ങളെ മാറ്റി പുതിയ ഘടകങ്ങളെ നൽകിക്കൊണ്ട് കോശത്തെ പുനർനിർമ്മിക്കുന്ന ആ പ്രക്രിയ, അതിനെയാണ് ചയാപചയം അഥവാ മെറ്റാബോളിസം എന്ന് പറയുക. അപ്പൊ അതിനകത്ത് ഊർജത്തെ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ കോശത്തിന്റെ പുനർനിർമ്മാണം എന്നുള്ള ഒരു പ്രക്രിയയാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ആ പുനർനിർമ്മാണ പ്രക്രിയ സംഭവിക്കാനായിട്ട് ഭക്ഷണത്തിന്റെ ആ ഒരു ഒഴുക്ക്, ബാഹ്യ വ്യവസ്ഥയിൽ നിന്നും ആന്തരിക വ്യവസ്ഥയിലേക്ക് ഭക്ഷണത്തിന്റെ ഒരു ഒഴുക്ക് നടക്കുന്നത് ആവശ്യമാണ്. ഭക്ഷണത്തിന്റെ ഒഴുക്ക് എന്ന് വെച്ചാൽ ഓരോ വ്യവസ്ഥയും അതിന്റെ ഉപരിവ്യവസ്ഥയ്ക്കും തനിക്കുമിടയിലുള്ള ദൂരത്ത് നിന്നാണ് ഭക്ഷണത്തെ കളക്ട് ചെയ്യുക. അങ്ങനെ ഭക്ഷണത്തെ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ പോഷകങ്ങളെ കളക്ട് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ് നടത്തുന്നു, മെറ്റാബോളിസം എന്നുള്ള പ്രോസസ് നടത്തുന്നു. അപ്പോ ഇത് മെറ്റാബോളിസം എന്നുള്ള പ്രോസസ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ദഹന പ്രക്രിയ നടക്കുന്നത്, ആ കിട്ടിയ മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് തനിക്ക് വേണ്ടുന്ന ഘടകങ്ങളെ എടുത്ത് വേണ്ടാത്തവയെ അവയുടെ കൂടെ ചേർന്ന് വിസർജിക്കുക എന്നുള്ളൊരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ
ഇപ്പൊ കോശങ്ങൾ അതെടുക്കുന്നത് കോശാന്തര ദ്രവങ്ങൾ ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നാണ് അത് എടുക്കുന്നത്. ഇതുപോലെ ഓരോയിടത്തും അത് ശരീരത്തിന് വേണ്ടുന്ന ഭാഗങ്ങളെ, ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങളെ അതിന്റെ ബാഹ്യവ്യവസ്ഥയിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ ഒരു പ്രോസസ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഘടികാരത്തിനനുസരിച്ചാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നതുകൂടെ ആലോചിക്കുക. പ്രപഞ്ച ചലനത്തിനനുസരിച്ച്, പ്രകൃതിയുടെ ചലനത്തിനനുസരിച്ച്, ഭൗമചലനത്തിനനുസരിച്ച്, ദിനരാത്രങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നു. അത് വലിയ വ്യവസ്ഥയിൽ വലിയ ചക്രത്തിനും ചെറിയ വ്യവസ്ഥയിൽ ചെറിയ ചക്രത്തിനും സംഭവിക്കുന്നു എന്ന് ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണെങ്കിലും ഇത് നിരന്തരം സംഭവിക്കുന്നു. ഈ നിരന്തരം സംഭവിക്കുന്ന പ്രക്രിയയിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടായാൽ, അതായത് ഭക്ഷ്യലഭ്യത ഇല്ലാതെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം ചെയ്യുന്നത് വെച്ചാല് ഈ പോഷണങ്ങള് സ്വീകരിച്ചിട്ട്, അധികമായി വരുന്ന പോഷണങ്ങളെ ശരീരം പലയിടങ്ങളിൽ സ്വീകരിച്ചു വെക്കും. ആ സ്വീകരിച്ചു വെക്കുന്നവ ആരോഗ്യമില്ലാത്ത ഇടങ്ങളായി തീരുകയും ചെയ്യും. കാരണം അവയ്ക്ക് അധികം പ്രോസസ് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് കരുതി വെക്കുന്നവ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ആയി മാറും. ആ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ ആ കോശങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അതിന്റെ സ്വാഭാവിക ധർമ്മങ്ങൾ പാലിക്കാൻ അതിന് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇവയെല്ലാം കരുതി വെക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അങ്ങനെ കരുതി വെച്ചിട്ടുള്ള കരുതൽ പോഷകങ്ങളെ പേറിയ ജൈവ ഘടകങ്ങൾ, ആ ജൈവ ഘടകങ്ങൾക്ക് അല്ലെങ്കിൽ ജൈവ വസ്തുക്കൾക്ക് ഒരു കോശത്തകർച്ച സംഭവിക്കും. അത് അതിന്റെ ഘടനാസമഗ്രതയെ ശരീരം തന്നെ വിഘടിപ്പിക്കും, ഘടനാസമഗ്രതയെ ഇല്ലാതെയാക്കും. അതായത് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ വിശക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കൊഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഒരുതരം പിടിയും വലിയും ഉണ്ടായി ആകെ ബുദ്ധിമുട്ടില്ലായിരിക്കും. ബോധപൂർവം നമ്മൾ ആ ഭക്ഷണം അവിടെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആ പിടിയും വലിയും അവിടെ ഉണ്ടാവില്ല. അപ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുക. പകരം ശരീരം എന്ത് ചെയ്യുന്ന വെച്ചാൽ ശരീരത്തിലെ വീക്കായിട്ടുള്ള കോശങ്ങളെ, ബലക്ഷയമുള്ള കോശങ്ങള്, ശരീരപ്രവർത്തനങ്ങൾ ചേർന്ന് നിൽക്കാത്ത കോശങ്ങളെ അത് വിഘടിപ്പിക്കുന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്നത് അതിനെ അങ്ങ് ദഹിപ്പിക്കും. മോശമായിട്ടുള്ള കോശങ്ങളെ അങ്ങ് ദഹിപ്പിക്കും. ദഹനമുണ്ടായ എന്താ ചെയ്യുക? വേണ്ടാത്തവ ഒഴിവാകും, വിസർജനം നടക്കും. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത വിഷപദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ഒഴിവാക്കും, വേണ്ടുന്നവയെ സ്വീകരിക്കും. എന്നിട്ട് അതുപയോഗിച്ചിട്ട് പുനർനിർമ്മാണം നടത്തും. പുനർനിർമ്മാണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ വീട് കെട്ടാൻ നമ്മൾ പഴയ ഇഷ്ടിക ഉപയോഗിക്കില്ലേ? പുതിയ ഇഷ്ടിക ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ പഴയ ഇഷ്ടിക ഉപയോഗിച്ച് ചെയ്യാന്ന് വെച്ചാൽ ബലം കൂടുതലായിരിക്കും, ചെലവ് കുറവായിരിക്കും. ഇതേ പ്രോസസ് അവിടെ നടത്തും. പുതിയ പോഷകങ്ങൾ എടുക്കുന്നതിന് പകരം പഴയ പോഷകങ്ങളെ എടുത്ത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്നും മാലിന്യങ്ങളെ ഒഴിവാക്കി വേണ്ടുന്നത് സ്വീകരിച്ച് റീബിൽഡിംഗ് നടത്തും. ഇവിടെയുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നേരത്തെ പുതിയ പോഷകങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ പോഷകങ്ങളുടെ കൂടെ വരുന്ന വിഷങ്ങളും പഴയ പോഷകങ്ങളുടെ കൂടെ കയറിയ വിഷങ്ങളും പ്രവർത്തിച്ചു തീർന്നപ്പോൾ ഉണ്ടായ വിഷങ്ങളും എല്ലാം ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്നുണ്ടാവും. എന്നാൽ ഈ സ്വയം ദഹനം അഥവാ പരിരക്ഷണ പ്രക്രിയ സംഭവിക്കും. പരിരക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഒന്നും കളയാതെ, ശരീരത്തിലെ കോശങ്ങളെ ഒന്നും നശിപ്പിക്കാതെ പരിരക്ഷിക്കുന്ന സ്വഭാവം എന്നുള്ളത് കൊണ്ടാണ് പരിരക്ഷണം അഥവാ കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിരക്ഷണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ശരീരം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ശരീരകോശങ്ങളിലെ മോശമായിട്ടുള്ളവയെ വിഘടിപ്പിച്ചിട്ട് അതിലെ വിഷസങ്കലനം ഉണ്ടാക്കുന്ന അനുചിതമായ വിസർജിച്ച് തള്ളേണ്ടതായിട്ടുള്ള ഓരോന്നിനെയും വെളിയിലേക്ക് തള്ളിയിട്ടാണ് ഈ പുനർനിർമ്മാണം നടത്തുക. അപ്പോ കോശങ്ങളില് അപകടങ്ങളോ അപചയങ്ങളോ ഉണ്ടാകുമ്പോഴാണല്ലോ പലപ്പോഴും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്, അല്ലെ? രോഗാവസ്ഥയിൽ നമ്മൾ പോകുന്നത് പലപ്പോഴും കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും തകർച്ചകളോ ബുദ്ധിമുട്ടുകളോ അതിനകത്തുള്ള ടോക്സീമിയോ ഒക്കെ കൊണ്ടാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഈ സ്വയം ദഹനം എന്നുള്ള പ്രോസസ്സിലൂടെ പോയാൽ, അതായത് ഭക്ഷണം കിട്ടാതെയായാൽ, അതിനാണ് ഉപവാസം എന്ന് പറയുന്നത്, ഭക്ഷണം കിട്ടാതെ നിർത്തിയാൽ ശരീരം അതിനകത്ത് കെട്ടിക്കിടക്കുന്ന ഫാറ്റും അതുപോലുള്ള ഘടകങ്ങളെ എല്ലാം എടുത്ത് വിഘടിപ്പിച്ച് അതിൽ അനുചിതമായതിനെ, തെറ്റായതിനെ എല്ലാം വെളിയിലേക്ക് തള്ളും. ശരീരകോശങ്ങളിൽ കേടുപാടുള്ളതുണ്ടെങ്കിൽ ആ കേടായ കോശങ്ങളെ എല്ലാം അങ്ങ് വിഘടിപ്പിച്ചിട്ട് വേണ്ടാത്തത് തള്ളി പഴുപ്പിനെയും അതുപോലെ തന്നെ ഡെഡ് സെൽസിനെയും എല്ലാം തള്ളിയിട്ട് പുതിയ കോശങ്ങളെ അവിടെ ഉണ്ടാക്കി വെക്കും. ഈ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവയുടെ പ്രത്യേകത എന്താ? പുതിയ കോശങ്ങൾക്ക് ശരീരത്തിന്റെ ആ ഒറിജിനൽ ആയിട്ടുള്ള ഘടനയുണ്ടല്ലോ, ആ ഘടനയായിരിക്കും ഉണ്ടായിരിക്കുക.
അപ്പോ പുതിയ പോഷകങ്ങൾ കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പഴയവയെ നിലനിർത്തിക്കൊണ്ട് അവയ്ക്ക് ചുറ്റുമാണ് പോഷകങ്ങൾ ശേഖരിച്ചു വെക്കുന്നതെങ്കിൽ സ്വയം ദഹനത്തിന്റെ സമയത്ത് വിഷമാലിന്യങ്ങളെ, വിഷസങ്കലനത്തെ ഒഴിവാക്കി അവയെ കോശങ്ങളുടെ ഭാഗമായിരിക്കുന്ന ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അവയെ അതിൽ നിന്നും ഒഴിവാക്കി പുനർനിർമ്മാണം നടത്തും. അങ്ങനെയാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് ഉപവസിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ കോശങ്ങൾ അപ്രത്യക്ഷമാകുന്നതും ശരീരം പുനർനിർമ്മാണം നടത്തി ശരീരത്തിന്റെ ഒറിജിനൽ ഫോമിലേക്ക് പോവുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചികിത്സ എന്ന് പറയുന്നത്, ശരീരത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് ഈ സ്വയം ദഹന പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഉപവാസമാണ്. അതുകൊണ്ടാണ് രോഗത്തിന്റെ മൂർച്ചയിലെത്തുന്ന സമയത്ത് ആധുനിക വൈദ്യവും എല്ലാ വൈദ്യങ്ങളും ആളെ ഉപവസിപ്പിക്കുന്നത്. ആധുനിക വൈദ്യം ഉപവാസം എടുക്കുന്നു എന്ന് പറയില്ല. അത് മറ്റൊന്നും ചെയ്യാൻ പാടില്ല, ആരും കാണാൻ പാടില്ല, ആൾക്ക് പരിപൂർണ വിശ്രമം വേണം. അതുകൊണ്ട് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ അല്ലെങ്കിൽ ICU-യിലൊക്കെ എത്തിയിടും. മറ്റാർക്കും കാണാൻ പറ്റില്ല, അങ്ങോട്ടൊക്കെ പ്രവേശനം ഉണ്ടാവില്ല, അയാൾക്ക് ഭക്ഷണവും കൊടുക്കില്ല. ICU-യിലെ ഭക്ഷണം പ്രവേശിപ്പിക്കില്ലല്ലോ. ഇയാൾ ഉപവാസത്തിൽ കിടക്കും. അസുഖം മാറും. അസുഖം മാറിക്കഴിയുമ്പോൾ, അസുഖം കൺട്രോളിലായി കഴിയുമ്പോൾ വീണ്ടും വാർഡിലേക്ക് മാറ്റും. കാരണം ഇവരുടെ കച്ചവടം നടക്കണമല്ലോ. അപ്പോ ഈ ഉപവാസം എന്നുള്ള പ്രക്രിയ അനാദികാലം മുതൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്. ഉപവാസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കച്ചവടത്തിന്റെ സാധ്യതയില്ല. പക്ഷെ ആധുനിക ശാസ്ത്രം ഇപ്പൊ 2014 നൊബേൽ സമ്മാനം കിട്ടിയതിനു ശേഷം ഇതിനെ വലിയൊരു സംവിധാനമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് കാലങ്ങളായിട്ട് ഓർത്തോപ്പതി ഫിസീഷ്യൻസും പ്രകൃതി ചികിത്സകർ ഉപയോഗിക്കുന്നതാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഇതുപോലെ പറ്റിയ ഒരു കാര്യമില്ല. ഇതിനു മുമ്പ് ഞാൻ പേര് പറയുന്നില്ല, വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാള് ഫുട്ബോൾ കളിക്കിടയിൽ കാലിന്റെ മുട്ട് ഒന്ന് കീറിപ്പോയി, മുട്ട് ഇങ്ങനെ ഇളകി ഇങ്ങനെ. അയാൾ ചെയ്തെന്താ വെച്ചാല് കാലിനെ അങ്ങ് മുറുക്കി കെട്ടി, ആ ഇളകി വന്നതിനെ അങ്ങ് കെട്ടിയിട്ട് അങ്ങ് ഉപവസിച്ചു. അടുത്ത 18ാമത്തെ ദിവസം അയാൾ വേറൊരു കളിയിൽ പങ്കെടുത്തു. ഇതുപോലെ എത്രയോ അത്ഭുതങ്ങൾ എന്റെ ശരീരത്തിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്റെ അടുത്തേക്ക് ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ഒരുപാട് പേരിൽ ഞാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ക്യാൻസറാണ്. ക്യാൻസർ സുഖമായിട്ട് മാറും. ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് 18 ദിവസം അല്ലെങ്കിൽ 20 ദിവസം, 18 അല്ലെങ്കിൽ 21 ദിവസം വീതം 2 തവണ ഉപവസിച്ചാൽ ഒരുവിധം സിവിയർ ആയിട്ടുള്ള എല്ലാ ക്യാൻസറുകളും മാറും. അതുപോലെ അതുപോലെ തന്നെ കാഴ്ച, നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവുകയാണെങ്കിൽ ഉപവസിച്ച് കഴിഞ്ഞാൽ കാഴ്ച തിരിച്ചു കിട്ടും. ഉപവാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഇളയും. ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, ശരീരം മുഴുവൻ ശുചീകരണ പ്രക്രിയയിലൂടെ കടക്കും. അതാണ് ഉപവാസത്തിന്റെ പ്രത്യേകത. ഉപവസിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഇതാണ്, ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളെ, ആ കെട്ടിക്കിടക്കുന്ന പോക്കറ്റ്സിനെ എല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അവയെ ഈ വിസർജനത്തിന്റെ ആ ഒരു സ്ട്രീമിലേക്ക് തള്ളിവിട്ടിട്ട് അവിടെയുള്ള ആ കോശങ്ങളിൽ നിന്നും വേണ്ടുന്ന പോഷകങ്ങളെ കണ്ടെത്തി പുതിയ കോശങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സംവിധാനം. അതിലൂടെ മാത്രമേ ശരീരത്തിന് പുനർനിർമ്മാണം സാധ്യമാവുകയുള്ളൂ എന്നതാണ് സത്യം. ഈ ഒരു ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള ശരീരത്തിന്റെ ക്ഷീണം, ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ശരീരത്തിന് ഉണ്ടാകുന്ന ക്ഷീണം, പ്രവർത്തനം, പുനർനിർമ്മാണം, തെളിച്ചം, കാഴ്ചയുടെ തെളിച്ചം, ചെവിയുടെ തെളിച്ചം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് നിരീക്ഷിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഭക്ഷണം കുറഞ്ഞ ഒരു ജീവിതശൈലിയിലേക്ക് പോകുവാനും ഇടയ്ക്ക് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാനും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.